നമസ്കാരം. CPM എന്ന രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിക്കുന്നത് മനുഷ്യത്വ മുഖത്തോടെയാണ്. പാവപ്പെട്ടവരുടെ, തൊഴിലാളികളുടെ, സാധാരണ മനുഷ്യരുടെ, അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടി എന്ന നിലയിലാണ്. യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഒരു അടവ് തന്ത്രം മാത്രമാണെന്നും ഇവർ കളങ്കിതരായ മുതലാളിമാരുടെയും ക്രിമിനലുകളുടെയും പാർട്ടിയാണെന്നും ആ പാർട്ടിയെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവർക്ക്, ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പം മനുഷ്യവിരുദ്ധമായ അവരുടെ നിലപാടാണ്. പച്ചജീവൻ കൊത്തിപ്പറിക്കാൻ അവർക്കൊട്ടും മടിയില്ല. അത് CPMൻ്റെ മാത്രം കുഴപ്പമല്ല, കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൻ്റെ കുഴപ്പമാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ജനവിരുദ്ധ ആശയത്തിൽ കെട്ടിപ്പടുത്തതാണിത്. അതുകൊണ്ടാണ് സാംസ്കാരിക വിപ്ലവത്തിൻ്റെ പേരിൽ മാവോ സേതുങ്ങും ഭരണസ്ഥിരതയുടെ പേരിൽ ജോസഫ് സ്റ്റാലിനുമൊക്കെ പച്ച മനുഷ്യരെ നിഷ്കരണം കൊത്തിപ്പറിച്ച് തിന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ കൊച്ചു കേരളത്തിൽ CPMഉം കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ക്ലാസ് റൂമിൽ കയറി KT ജയകൃഷ്ണൻ എന്നു പേരുള്ള ഒരു അധ്യാപകനെ പച്ചയ്ക്ക് വെട്ടിനുറുക്കാൻ CPMകാർക്കല്ലാതെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ടവർക്ക് കഴിയുമോ? അത്തരം നികൃഷ്ടമായ കൊലപാതകങ്ങളുടെയും പച്ചച്ചോര കുടിച്ചതിൻ്റെയും ഒക്കെ പരിണിതിയാണ് പിണറായി വിജയന്റെ 2 ടേം നീണ്ട മുഖ്യമന്ത്രി കസേര. ഈ അസാധാരണമായ പദവിയിലേക്ക് പിണറായിയെ നയിച്ചത് TP ചന്ദ്രശേഖരൻ എന്ന നിർഭയനായ ഒരു പൊതുപ്രവർത്തകന്റെ ചോരയായിരുന്നു. ആ ചോരയിൽ അടിത്തറയിട്ട് വാർത്തെടുത്തതാണ് പിണറായിയുടെ ആദ്യ ഭരണം. ഭരണ തുടർച്ചയ്ക്ക് പിണറായി തെരഞ്ഞെടുത്തത് കേവലം 22ഉം 19ഉം വയസ്സുള്ള 2 കുട്ടികളുടെ ചോരയായിരുന്നു. കൃപേഷും ശരത്ലാലും. രണ്ടുപേരും ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിച്ച്, ജനാധിപത്യത്തെ വിശ്വസിച്ച് പൊതുപ്രവർത്തനം നടത്തി. അവർ ചെയ്ത കുറ്റം അവർ യൂത്ത് കോൺഗ്രസ്സുകാരാണ് എന്നത് മാത്രമാണ്. 2019 ഫെബ്രുവരി മാസം 17-ാം തീയതി ഈ 2 പാവപ്പെട്ട കുട്ടികളും അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. നല്ലൊരു വീട് പോലും ഇല്ലാത്ത പാവപ്പെട്ട കുട്ടികൾ പൊതുപ്രവർത്തനത്തിന് ഭാഗമായി ബൈക്കിൽ എത്തുമ്പോൾ അവരെ ഒരു സംഘം CPM നേതാക്കൾ തടഞ്ഞു നിർത്തി നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. CPMനെ സംബന്ധിച്ചിടത്തോളം TP ചന്ദ്രശേഖരന്റെ ചോരയ്ക്ക് തുല്യമായ മറ്റൊരു ചോരക്കളം കൂടി ആവശ്യമായിരുന്നു. ചോര കുടിച്ചു കൊഴുത്തവർക്ക് അതില്ലാതെ മുമ്പോട്ട് പോവുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ള സംഘം ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ശരത്ലാലിനെയും കൃപേഷിനെയും അവർ കൊന്നുകളഞ്ഞു. ഈ 2 കുട്ടികളും ജനപ്രിയരാണ്. അവർ ഈ നാട്ടിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു. കോൺഗ്രസ്സുകാർക്ക് കാലുകുത്താൻ കഴിയാത്തിടത്ത് CPM പ്രവർത്തകരടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് പോകുന്നു. അവർ മുമ്പോട്ട് പോയാൽ ഈ മണ്ഡലം അടക്കമുള്ള പ്രദേശം വിട്ടുപോകും എന്ന് ഭയന്ന് അവരെ മുളയിൽ നുള്ളിക്കളഞ്ഞതാണ് CPM. CPMന്റെ അത്തരം തന്ത്രങ്ങൾ ഒരിക്കലും പിഴയ്ക്കാറില്ല. പ്രതികരിക്കുന്നവർ, ജനബോധമുള്ളവർ ഭയന്ന് മാറി നിൽക്കുന്നതോടെ CPMന് നുണപ്രചരണവുമായി ജനങ്ങളുടെ നികുതി പണം പോലും എടുത്ത് വിതരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. പ്രതികരിക്കുന്നവരെ, സത്യം വിളിച്ചു പറയുന്നവരെ നിഷ്കരണം കൊന്നു തള്ളുന്നത് കൊണ്ട് പ്രതികരിക്കാൻ ആരും ധൈര്യം കാട്ടില്ല. ഒരു കൊലപാതകം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അശാന്തിയും അസഹിഷ്ണുതയും ഭയവുമൊക്കെ പതിയെ പതിയെ അങ്ങ് മാറും. അവരെ ക്രിമിനലുകളാക്കി ചിത്രീകരിച്ച് കഴിയുമ്പോൾ CPMനെ പിന്തുണയ്ക്കുന്നവർ അത് ശരിയാണ്, അത്തരം ക്രിമിനലുകൾ ഈ നാട്ടിൽ ആവശ്യമില്ല എന്ന നിലപാടിലെത്തും. അതേസമയം സ്വന്തം ജീവനിൽ ഭയന്ന് സത്യം വിളിച്ചു പറയാൻ സകലരും ഭയക്കും. ഇതാണ് CPMന്റെ സ്ട്രാറ്റജി. അതുകൊണ്ടാണ് കൊലപാതകം നടന്ന പ്രദേശമടക്കമുള്ളിടത്ത് വീണ്ടും CPM ജയിച്ചത്. അങ്ങനെ പച്ച ജീവൻ വെട്ടിവീഴ്ത്തി ആ ചോര കുടിച്ച് തടിച്ചു കൊടുക്കുന്ന CPMന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് CBI കോടതി നൽകിയിരിക്കുന്ന വിധി. ആ വിധി അനുസരിച്ച് 24 പ്രതികളിൽ 14 പ്രതികളും കുറ്റക്കാരാണ്. 10 പേരെ വെറുതെ വിട്ടു. ഈ 14 പ്രതികളും CPMകാരാണ്. CPMന്റെ മുൻ ലോക്കൽ കമ്മിറ്റി നേതാവും യഥാർത്ഥത്തിൽ കൊല നടത്തിയ ആളുമായ പീതാംബരൻ അടക്കം, CPMന്റെ മുൻ ഏരിയ സെക്രട്ടറിമാരെ, CPMന്റെ മുൻ ലോക്കൽ സെക്രട്ടറിമാരെ, CPMന്റെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, CPMന്റെ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം CPM നേതാക്കൾ ആണ് 14-ൽ മിക്കവരും. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് കുറഞ്ഞത് ജീവപര്യന്തമെങ്കിലും കിട്ടും. ബാക്കിയുള്ളവർ ഗൂഢാലോചന അടക്കമുള്ള കേസുകളിലെ പ്രതികളാണ്. മലയാളിയുടെ മനസാക്ഷിയെ മരവിപ്പിച്ച അനേകം ദുരന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് പെരിയയിലെ ഈ കുട്ടികളുടെ മരണം. അവരുടെ പ്രായവും ജനപ്രീതിയും അവരെ കൊലപ്പെടുത്തിയ രീതിയും അതിന് CPM നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയുമാണ് അതിന്റെ കാരണം. ലോക്കൽ പോലീസ് ആദ്യം അന്വേഷിച്ച് തടി തപ്പാൻ ശ്രമിച്ചപ്പോൾ ജനവികാരം ശക്തമാവുകയും
CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2 കുട്ടികളുടെയും അമ്മമാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് തടി തപ്പുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ മാന്യമായ അന്വേഷണമാണ് നടന്നത്. അന്വേഷണം CPM നേതാക്കളിലേക്ക് നീണ്ടതോടെ, പ്രത്യേകിച്ച് പാർട്ടിയുടെ MLA ആയിരുന്ന KV കുഞ്ഞിരാമനിലേക്ക് നീണ്ടതോടെ ആ ഉദ്യോഗസ്ഥ സംഘത്തെ മുഴുവൻ മാറ്റി CPM പറഞ്ഞാൽ കേൾക്കുന്ന അടിമകളെ നിയോഗിച്ചു. അത് പക്ഷേ CBI അന്വേഷണത്തിനുള്ള യഥാർത്ഥ കാരണമായി മാറി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CBI അന്വേഷണത്തിന് അനുമതി കൊടുത്തപ്പോൾ സർക്കാർ ഖജനാവിലെ പണമെടുത്ത് ഈ വൃത്തികെട്ട പ്രതികളെ, നരഭോജികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിൽ പോയി. ഡിവിഷൻ ബെഞ്ച് തള്ളിയപ്പോൾ വലിയ അഭിഭാഷകർക്ക് നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് കോടികൾ പ്രതിഫലം കൊടുത്ത് സുപ്രീം കോടതിയിലും പോയി വാദിച്ചു. പക്ഷേ സുപ്രീം കോടതിയും CBI അന്വേഷണം ശരിവെച്ചു. CBI അന്വേഷണം അട്ടിമറിക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഏറ്റവും നീചമായ അട്ടിമറി ശ്രമം പിണറായി വിജയനും CPM ചെയ്തത് കൃപേഷിനും ശരത്ലാലിനും വേണ്ടി കേസ് വാദിച്ചിരുന്ന വക്കീൽ CK ശ്രീധരനെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് വാങ്ങി എന്നതാണ്. കാസർഗോഡ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലായിരുന്നു CK ശ്രീധരൻ. സകല അഭിഭാഷകരും പണവും സ്വാധീനവും ഉള്ളവരും CPM നിൽക്കുമ്പോൾ പണി അറിയാവുന്ന ഒരേ ഒരാൾ എന്ന നിലയിൽ CK ശ്രീധരൻ കോൺഗ്രസുകാർക്ക് വേണ്ടി വാദിച്ചു. പക്ഷെ ശ്രീധരന് വേണ്ടതുപോലെ അക്കമഡേറ്റ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതേക്കാലത്തും കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയാണ്, കഴിവുള്ളവർ അവഗണിക്കപ്പെടും. ഈ അവസരം മുതലെടുത്തുകൊണ്ട് CK ശ്രീധരനെ CPM ഏറ്റെടുക്കുകയായിരുന്നു. ഈ പ്രതികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ശക്തിയുക്തം വാദിച്ചിരുന്ന ശ്രീധരൻ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ എത്തിയ സങ്കടകരമായ സാഹചര്യം പോലും ഉണ്ടായി. അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത ചോരക്കൊതിയന്മാരുടെ പാർട്ടിയാണ് CPIM. എന്നാൽ ഒടുവിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വിചാരണ നടത്തിയ ജഡ്ജി K കമ്പനീസ് സ്ഥലം മാറിപ്പോയപ്പോൾ പകരക്കാരനായി എത്തിയ ശേഷാദ്രിനാഥാണ് വിധി പ്രഖ്യാപിച്ചത്. നീതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും മുഖം നോക്കാത്തതിന്റെ പേരിൽ പ്രസിദ്ധി നേടിയ ജഡ്ജി ശേഷാദ്രിനാഥൻ തീർച്ചയായും ഇരട്ട ജീവപര്യന്തമെങ്കിലും കൊടുക്കുമെന്ന പ്രതീക്ഷ ഇവർക്ക് വേണ്ടി എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് അന്തിമ പോരാട്ടത്തിനിറങ്ങിയ ആ 2 കുട്ടികളുടെയും അമ്മമാർക്കുണ്ട്. CBIക്ക് വേണ്ടി കേസ് നടത്തിയ പ്രോസിക്യൂട്ടർ ബോബി ജോസഫിനെയും കാഞ്ഞങ്ങാട് ബാറിലെ അഭിഭാഷകൻ പത്മനാഭിനെയും ഇത്തരുണത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട്. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് കൃത്യമായി കേസ് അന്വേഷണം നടത്തിയത്. ക്രൈംബ്രാഞ്ച് തെളിവുകളൊക്കെ നശിപ്പിച്ച് തടിതപ്പാൻ ശ്രമിച്ചിടത്താണ് കേസ് അന്വേഷണം CBI ഏറ്റെടുക്കുന്നതും ഗൂഢാലോചനയിലേക്ക് പോലും പോകുന്നതും. കൊലപാതകം വളരെ എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയുമായിരുന്നു. ഗൂഢാലോചന കൂടി ഇല്ലെങ്കിൽ ഈ കേസിൽ CPMന് ഇത് വലിയ തിരിച്ചടിയാവുമായിരുന്നില്ല. സംഭവം നടക്കുമ്പോൾ CPMന്റെ MLA ആയിരുന്ന KV കുഞ്ഞിരാമൻ അടക്കം മുതിർന്ന CPM നേതാക്കളൊക്കെ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്ന് കണ്ടെത്തിയത് CBI ആണ്. CBI തിരുവനന്തപുരം യൂണിറ്റിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയും നീചവും നികൃഷ്ടവുമായ കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകങ്ങളെ ശിക്ഷിക്കുന്നതിന് പകരം അവരെ അവസാന നിമിഷം വരെ രക്ഷിക്കാൻ ശ്രമിച്ച CPMനും അതിന് നേതൃത്വം കൊടുത്ത പിണറായിക്കുമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ CBI കോടതി വിധി. പിണറായി പക്ഷെ കുലുങ്ങിക്കാണില്ല, ചിരിച്ചു കാണും. ക്രൂരമായ മനസ്സുള്ളവർക്ക്, പച്ചച്ചോര കാണുമ്പോൾ ആനന്ദം തോന്നുന്നവർക്ക് ഇത്തരം വിധികൾ ആശങ്കയല്ല, സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. തൊടുപുഴ കോളേജിൽ അധ്യാപകനെ കൈവെട്ടിയ പ്രതികളെ ശിക്ഷിച്ചപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് കൈവീശി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിധി കേട്ട് പിണറായി ഞെട്ടിയെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. അദ്ദേഹം ഉറക്കെ ചിരിച്ചു കാണും. ചോരക്കൊതിയന്മാർക്ക് ക്രൂരതകൾ ആശങ്കയല്ല, ആനന്ദമാണ് നൽകുന്നത്.